ഓണാട്ടുകാരെ സ്പെഷ്യൽ അസ്ത്രം തയ്യാറാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ കപ്പ കുറച്ച് വേവിച്ചെടുക്കണം. ഒരു വലിയ കഷ്ണം കപ്പ നമ്മൾ ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കഷ്ണം ചേമ്പ്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം കാച്ചില്, കൂർക്ക ഇത്രയൊന്ന് ആദ്യം വേവിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവോള അരിഞ്ഞത്, വെള്ളരിക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് ഇത്രയൊന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്തതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചിരുന്ന കപ്പയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിനുവേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു തേങ്ങ ഫുള്ളായിട്ട് ചെണ്ടയിലേക്ക് ഒരു അരക്കുടം വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചരച്ചെടുക്കുക. ഇനി അത് നല്ലപോലെ വെന്ത നമ്മുടെ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി കുറച്ച് വാളംപുളി കൂടി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. ഇനി കടുക് കാളിച്ചൊഴിച്ച അസ്ത്രം റെഡി.